ജേണൽ വല്ലപ്പോഴും കണ്ടതായി കേട്ടോ. അപ്പം ഞാൻ ജേണൽ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായെങ്കിലും ഇതുവരെ ചെയ്തിരിക്കുന്നത് 3 ജേണലാണ് കേട്ടോ. ഇനി ഇച്ചിരി വേഗം ആവണം. അപ്പം ഇന്ന് തൊട്ട് ഞാൻ 2 പേജ് ഇതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 2 പേജ് ജേണൽ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഈശ്വരമായിട്ട് 2 പേജ് അങ്ങ് ആവട്ടെ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു എസ്തറ്റിക് ലുക്കും ക്യൂട്ടും വേണം. അപ്പോൾ എസ്തറ്റിക്കാണ് ഞാൻ ഈ ഒരു പേജ് ക്യൂട്ടും. അപ്പം ഈ എസ്തറ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മലയാളത്തിൻ്റെ നോവലാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് കേട്ടോ. മലയാളം നോവൽ കിട്ടിയതുകൊണ്ട് ഞാൻ മലയാളം അക്ഷരം കാണിക്കുന്നില്ല, അത് ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. ഈ പേജ് അങ്ങ് ക്യൂട്ടാക്കണം. അപ്പോൾ ക്യൂട്ടും എസ്തറ്റിക്കൊക്കെ നിറഞ്ഞ് നിൽക്കട്ടെ. അപ്പോൾ രണ്ടും ഉള്ളൊരു ഐറ്റം കേട്ടോ. അപ്പം ക്യൂട്ടുമാണ് എസ്തറ്റിക്കുമാണ്. എങ്ങനെയുണ്ടേ ക്ലാവോ? അപ്പോൾ ഞാൻ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് തന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇട്ടിച്ചു, ഈ ഒരു പോഷൻ ഒട്ടിച്ചിട്ട്. നമുക്ക് എന്തിനും കത്രികയൊന്നും വേണ്ട, കത്രികയും കാട്ടി നല്ലത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാണ് കൂടുതൽ. ഇതൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി എസ്തറ്റിക് ആവുമല്ലോ. കയറുന്ന മോഡലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ആർട്ടിഫിഷ്യലായിട്ടൊക്കെ വരച്ച് കയറുന്നതാണ്. വരച്ച് കയറുന്നതിനെക്കാട്ടും നല്ലത് കൈവച്ച് നല്ലത് ഇങ്ങനെ കയറുമ്പോൾ കറക്റ്റായിട്ട് നോവൽ നല്ലൊരു അടിപൊളി എസ്തറ്റിക്കിലേക്ക് അങ്ങ് വരും കേട്ടോ. അപ്പോൾ എസ്തറ്റിക് ലുക്കൊക്കെ കിട്ടണമെങ്കിൽ ഇതൊക്കെ തന്നെ വേണമെന്നൊന്നും ഇല്ലെങ്കിലും നമ്മളിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ രീതി ഇതായിപ്പോൾ എന്തിന് ചെയ്യാനെന്ന് പറ. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ജേണൽ സപ്ലൈസാണ് ഇതിനകത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഞാൻ തന്നെ അങ്ങ് ഒട്ടിക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ബ്ലാക്ക് കളർ ഇങ്ങനത്തെ ഒരു ഗ്രിഡ് കിട്ടി കേട്ടോ. കയ്യിൽ കിട്ടിയ ഒരു ഗ്രിഡ് എടുത്തു, എന്നിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു. അപ്പോൾ ഇത് ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയ ഒരു ഗ്രിഡാണ്. അപ്പം ഇത് എങ്ങനെയുണ്ട് കളാവോ? അപ്പോൾ ഞാൻ ജേണൽ സപ്ലൈസിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. കാരണം ജേണൽ സപ്ലൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ദിവസങ്ങളായിട്ട് പല നേരത്തിലാണ് ഉണ്ടാക്കിയത്. അപ്പം ജേണൽ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു സപ്ലൈസും ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. ഒട്ടിക്കാൻ പോലെ ഒരു ഇതുമില്ല. നോവൽസൊക്കെ ഉണ്ട്, പക്ഷേ നോവൽ മാത്രം പോരല്ലോ. എന്നാലും ക്യൂട്ട് എസ്തറ്റിക്കൊക്കെ വേണ്ട. ഈ സോഫിയൊക്കെ നമുക്ക് കിട്ടിയതാണ്. സോഫിയൊക്കെ സോഫി അപ്പോൾ ഇത് നൈറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതേ കണക്ക് തന്നെ രണ്ടാമത്തതും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യൂട്ടായിട്ട് നെക്സ്റ്റ് ചെയ്യാം അടുത്തത്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതണം കേട്ടോ. എഴുതാനൊക്കെയുള്ള നമുക്ക് ലാസ്റ്റ് എഴുതാം. പിന്നെ അടുത്ത പേജാണ്. അടുത്ത പേജ് നമുക്ക് ചെയ്യാം. അടുത്ത പേജിലേക്ക് ചെയ്യാനുള്ള ക്യൂട്ടായിട്ടുള്ള ഗ്രിഡും ഐറ്റംസ് വന്നു. അപ്പം നമുക്ക് ഈ പിങ്ക് ജേണലിങ്ങിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു പിങ്ക് പേപ്പർ ഉണ്ട്. ഈ പിങ്ക് ഗ്രിഡ് പേപ്പർ കിട്ടിയതാണ് കേട്ടോ. അപ്പം നമുക്കിത് കീറി ഒട്ടിക്കാം. പശു ഇട്ടിക്കുന്നുണ്ടേ. ഇതടച്ചാൽ ഇട്ടിക്കുന്നുണ്ട്. ഞാൻ ഇവിടെയും കൂടി അറഞ്ചം പുറഞ്ഞമായി ഞാൻ ഇവിടെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ പേപ്പറൊന്നും വാരി നോക്കുന്നില്ല, എല്ലാം അതനുസരിച്ചായിട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ. ഇതെനിക്കൊരു ബുക്കിൽ നിന്ന് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്, നമുക്ക് ക്രാഫ്റ്റ് പീരീഡിൽ നിന്ന് ക്രാഫ്റ്റ് ചെയ്യേണ്ടി തന്ന പേപ്പറാണ്. എനിക്ക് തന്നെ കിട്ടിയ പേപ്പറാണ് കേട്ടോ. ഇത് അമ്മൂമ്മ എപ്പോഴും മേടിച്ച് തന്നെയെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഗ്രിഡ് ഇവിടെ എടുക്കുന്നുണ്ട്. ഞാൻ ഇതെല്ലാം ഹോം മെയ്ഡായിട്ട് ചെയ്തതാണ് കേട്ടോ. ഹോം മെയ്ഡായിട്ട് ചെയ്ത ഗ്രിഡാണ്. അപ്പോൾ നമുക്ക് ഗ്രിഡും കൂടി ഗ്ലൂ യൂസ് ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഹോം മെയ്ഡാണ്. മാക്സിമം ഹോമിലുള്ള അനുസരിച്ച് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു പിങ്ക് ഹൈലൈറ്റർ യൂസ് ചെയ്ത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നടയിൽപ്പെടുത്തുകയാണ്. എനിക്ക് പിന്നെ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെയാണല്ലോ. എനിക്ക് പിന്നെ എല്ലാ ദിവസവും ഒരേപോലെയൊക്കെയാണ്. ഞായറാഴ്ചയാണ് കേട്ടോ എനിക്കിച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ഡേ. ഞായറാഴ്ച കിട്ടാനായിട്ട് ഒരു ഞായറാഴ്ച, വെള്ളിയാഴ്ച, ഒരു തിങ്കളാഴ്ച വരുവാണെങ്കിൽ പിന്നെ അടുത്ത ഞായറാഴ്ച എപ്പോഴാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ. അപ്പോൾ ഞാൻ ഇതേ കണക്ക് ലൈനൊക്കെ ചെയ്ത് നീറ്റാക്കി റെഡിയാക്കി കൊടുത്തു. പിന്നെ നമുക്ക് ഇതേ കണക്ക് ഞാൻ തന്നെ ചെയ്തൊരു ഇതാണ്. ഇത് കുറച്ച് ക്യാൻഡി കളേഴ്സ് ഐറ്റംസാണ്. അപ്പം ഇതൊരു പിങ്ക് തീം ജേണലാവട്ടെ എന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ പിങ്ക് തീം ജേണൽ, എനിക്ക് ഈ പിങ്ക് കളറിൻ്റെ കൂടെ ഒരു പ്രത്യേക ക്രേസാണ്. അത് ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു 2 ജേണൽ ചെയ്യാൻ എനിക്കിപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട് വീഡിയോ കേട്ടോ. മിക്കവാറും ഇത് ലോങ് വീഡിയോ ആയിട്ടങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ.
ഒരു 2 പേജ് ജേണൽ ചെയ്യുന്നത് ഇത്രയും സമയം പോകുന്നത് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇത് കണക്ക് ഇവിടെയും ചെയ്തു. കാര്യം പറഞ്ഞു പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, എന്തോ സമയം ലാഗായിട്ട് പോകുന്ന കണക്കാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വേറെ കുറച്ചും കൂടി ഒരു ഷെയ്ഡും കൂടി വെക്കുന്നുണ്ട്. ഇതും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്ത് എഴുതാനുള്ളതൊക്കെ ഞാൻ പിന്നെ അങ്ങനെ എഴുതിക്കോളാം. എഴുതാനുള്ളത് അപ്പം തന്നെ ഇതൊക്കെ എഴുതാനാണ് കേട്ടോ ബുദ്ധിമുട്ട്. ഇതൊക്കെ ഒന്ന് എഴുതി തിരിയണം. അപ്പം ഞാൻ ഒരു നീണ്ട കഥയും എഴുതാൻ പോകണം, കടനകഥ എഴുതാൻ പോവുകയാണ് കേട്ടോ. അപ്പം എനിക്ക് എന്തുകൊണ്ടാണ് പിങ്ങനെ ഇഷ്ടമാണെന്നുള്ളൊരു കഥ എഴുതാൻ പോവുകയാണേ. അപ്പോൾ എന്തായാലും ഞാനൊരു കഥ എഴുതട്ടെ. അപ്പം ഞാൻ അവസാനം എൻ്റെ 2 പേജ് ജേണൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. യെസ്, ഫൈനലി ഐ ഡു ഇറ്റ്. അപ്പം എങ്ങനെയുണ്ട് 2 പേജ് ജേണൽ? അപ്പം വല്ലപ്പോഴും ജേണലൊക്കെ ചെയ്യാൻ നോക്കാം. അപ്പം ബൈ.